ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഇന്ന് മാസ് തിരച്ചിൽ എന്ന് പറയുന്ന പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള തിരച്ചിലാണ് ഇന്ന് മുണ്ടേരിയിൽ നടക്കുന്നത്. വലിയ തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള ഫോഴ്സുകൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ. ഒരു വിഭാഗം ആളുകൾ കാടിന് മുകളിലേക്ക് പരമാവധി ഈ നടന്നെത്താൻ കഴിയുന്ന എത്ര അങ്ങോട്ടേക്ക് മുകളിലേക്ക് നടന്നെത്താൻ കഴിയും അത്ര മുകളിലേക്ക് പോവുക. ഒരു വിഭാഗം ആളുകൾ താഴേക്ക് ചാലിയാർ പുഴയിൽ മുഴുനീളം തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, തണ്ടർഫോർട്ട്, അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, ആരോഗ്യ പ്രവർത്തകർ, അങ്ങനെ എല്ലാ ഫോഴ്സുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ടീമായിട്ടാണ് ഇന്ന് ഈ തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഇന്ന് പരമാവധി ഭാഗങ്ങൾ കവർ ചെയ്ത്, അതായത് ഈ ചാലിയാറിൻ്റെ തീരങ്ങളും മുണ്ടേരിയിലെ ഉൾവനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും പരമാവധി ഏരിയകൾ, പരമാവധി ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു മാസ് തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇപ്പം ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ മുണ്ടേരി ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ മുണ്ടേരി ഫാം പരിസരത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു മാസ് തിരച്ചിൽ നടക്കുന്നത്. പോത്തുകൽ പഞ്ചായത്ത് ഇതിന് നേതൃത്വം നൽകുന്നു. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടുകാരെ, മുണ്ടേരി ഈ പ്രദേശത്തെ ഈ നാടറിയുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ഇപ്പം ഇന്നൊരു വലിയ മാസ് തിരച്ചിലാണ് നടക്കുന്നത്. ആരെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്? എൻ്റെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. രണ്ട് ടീമായിട്ടാണ് വിടുന്നത്. CI റാങ്കിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ടീമിൻ്റെ കൂടെ ഉണ്ടാവും. പുറമെ തണ്ടർ ബോൾട്ട് ഉണ്ട്, മറ്റ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, MSPയിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ വിവിധ സന്നദ്ധ സംഘടനയിലെ ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേറെ ടീം വന്നിട്ടുണ്ട്. മാക്സിമം കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് അവരുണ്ട്. എല്ലാവരും കൂടിയാണ് ഉള്ളിലേക്ക് പോകുന്നത്. രണ്ട് ടീമായിട്ട് പോകുന്നു. ഒരു ടീം ഈ പുഴ കടന്ന് നേരെ കുമ്പളപ്പുറ വഴി മുകളിലേക്ക് പോകുന്നു. മറ്റൊരു ടീം അപ്പുറത്ത് കൂടെ തലപ്പാലി വഴി അങ്ങോട്ട് പോകുന്നു. ഈ രണ്ട് ടീമും മാക്സിമം ദൂരത്തേക്ക് സൂചിപ്പാറ വരെ പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും ദൂരം പോവുക എന്നുള്ള ഒരു ഐഡിയയോടെ പോകുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഏകദേശം തീരുമാനിക്കും. അവർക്കറിയാമല്ലോ ഏകദേശം എത്ര സമയത്തിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത്. തിരിച്ചു വരുന്ന കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് അതുകൂടി നോക്കിക്കൊണ്ടായിരിക്കും നമ്മളുടെ ഡിസ്റ്റൻസ് അവർ തീരുമാനിക്കുന്നത്. പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് മാക്സിമം സെർച്ച് നടത്തിയിട്ട് കിട്ടാവുന്ന അത്രയും ഇന്ന് കളക്ട് ചെയ്യുക എന്നാണ് എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നത്. അറ്റ് ദ വെരി സെയിം ടൈം താഴോട്ട് പുഴയിലൂടെ SHOമാരുടെ നേതൃത്വത്തിൽ, ഈ പുഴ ഒഴുകി പോകുന്ന ലിമിറ്റിലെ SHOമാരുടെ നേതൃത്വത്തിൽ ഇരു കരകളിലുമായിട്ട് നാട്ടുകാരെ സഹകരണത്തോട് കൂടിയിട്ട് അവിടെയും സെർച്ച് നടക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില സ്പെസിഫൈഡ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ അവർ നിരീക്ഷണം ഉണ്ടാവും. ആ ഭാഗത്ത് നാട്ടുകാരോട് കൂടി സഹകരണം ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഡ്രോൺ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ സ്കൂബ അപ്പുറത്തുണ്ട്. പിന്നെ ബോട്ട് അരീക്കോട് വാഴക്കാട് ലിമിറ്റുകളിൽ പോലീസ് ബോട്ടിൻ്റെ സെർച്ച് ഉണ്ട്. പിന്നെ അതിന് പുറമെ എവിടെയെങ്കിലും സംശയം തോന്നുന്നു, ആ സംശയമുള്ള സ്ഥലമെല്ലാം നമ്മൾ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്.